നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ടാണ് സ്വതന്ത്ര MLA PV അൻവർ മാറിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടിയെ തകർക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും MV ജയരാജൻ. നെടുമ്പോലും മാനന്തവാടി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിച്ചൽ. ചുരം റോഡിന്റെ പുനർനിർമ്മാണം പ്രതിസന്ധിയിലേക്ക്, ആശങ്കയിൽ വാഹനയാത്രക്കാർ. പാൽച്ചുരം ബോയ്സ്റ്റോൺ റോഡിന്റെ തകർച്ച, അറ്റകുറ്റപ്രവൃത്തിക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചു. തോട്ടിലേക്ക് ക്രഷറിൽ നിന്നുള്ള സ്ലറി ഒഴുക്കിവിടുന്നു. അയ്യമുന്ന് പഞ്ചായത്തിലെ ചരൽ തോട്ടിലേക്കാണ് സ്ലറി ഒഴുക്കിവിടുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ടാണ് സ്വതന്ത്ര MLA PV അൻവർ മാറിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടിയെ തകർക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും MV ജയരാജൻ പറഞ്ഞു. ഇരിട്ടി വിളമന കരുവണ്ണൂർ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ടാണ് സ്വതന്ത്ര MLA PV അൻവർ മാറിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടിയുടെ നയവും നിലപാടും തിരിച്ചറിയുന്ന എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവും: പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പാർട്ടിയുടെ ശത്രുക്കൾ വലിയ തോതിൽ നടത്തുകയാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ടാണ് നമ്മുടെ ഒരു സ്വതന്ത്ര MLA PV അൻവർ മാറിയത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പാർട്ടിക്കകത്തുള്ളവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും പാർട്ടി എന്ന് പറയുന്നത് വളരുന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതായതിനാൽ പാർട്ടിയോടോ പാർട്ടി നയിക്കുന്ന സർക്കാരിനോടോ വല്ല പരാതിയും പറഞ്ഞാൽ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ പരിഗണിച്ചുകൊണ്ട് നടപടിയെടുക്കും. അതാണ് പാർട്ടിയുടെ ചരിത്രം, പാർട്ടി നയിക്കുന്ന സർക്കാരിൻ്റെ ചരിത്രം. തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല. ഇപ്പോൾ PV അൻവർ ഒരു പരാതി പറഞ്ഞു. ആ പരാതി പറഞ്ഞ രീതി തന്നെ തെറ്റായിരുന്നു. പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് പാർട്ടിയോടും പാർട്ടിയെ നയിക്കുന്ന സർക്കാരിനോടും പരാതി പറഞ്ഞാൽ അത് പരിഹരിച്ചുകൊണ്ട് നടപടിയെടുത്ത ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. എന്നാൽ ലോകത്തും രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് മുതലാളിത്ത സാമ്രാജ്യത്വ കോർപ്പറേറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും വലതുപക്ഷ മാധ്യമങ്ങളുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ PV അൻവർ പരസ്യമായി പറഞ്ഞത്. പാർട്ടിയെ തകർക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും MV ജയരാജൻ പറഞ്ഞു. ഒറ്റയാൻ സമരം നടത്തിയപ്പോൾ പാർട്ടി നേതൃത്വം ആ സഖാവിനെ വിളിച്ചു സംസാരിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പാർട്ടിയുടെ ഒരു സ്വതന്ത്ര MLA ആണെങ്കിലും പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് വല്ല പരാതിയും ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലോ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിലോ പെടുത്തണം. അത് അദ്ദേഹം അന്ന് അംഗീകരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. അതും പാടില്ലാത്ത ഒന്നായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടന്ന് അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാതെയാണ് ഇന്നലെ അദ്ദേഹം പാർട്ടിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും പരസ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. നാം പതാക ഉയർത്തൽ ഗാനം ആലപിച്ചപ്പോൾ ആ ഗാനത്തിൻ്റെ അവസാനത്തെ 2 വരിയുണ്ട്. നമ്മളിൽ രക്തം ഒരിറ്റുള്ളോളം, ഞങ്ങളിൽ മാംസത്തുണ്ടുള്ളോളം പാർട്ടിയെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളർന്നു വന്നവരെല്ലാം
ആ കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോവുക. പക്ഷെ ഇദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ് എന്ന് കരുതി അദ്ദേഹം പാർട്ടിയെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പാർട്ടിയെ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇരിട്ടി, വിളമന, കരുവണ്ണൂർ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗം എൻ അശോകൻ, വിളമന ലോക്കൽ സെക്രട്ടറി എം എസ് അമർജിത്ത, മധു മാസ്റ്റർ, പി വി രാജേഷ്, കെ പി രൂപേഷ്, കെ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നെടുമ്പോയിൽ മാനന്തവാടി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിയുന്നു. റോഡിന്റെ പുനർനിർമ്മാണം പ്രതിസന്ധിയിലേക്ക്. നെടുമ്പോയിൽ മാനന്തവാടി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിയുന്നു. റോഡിന്റെ പുനർനിർമ്മാണം പ്രതിസന്ധിയിലേക്ക്. കഴിഞ്ഞ ജൂലൈ 30-നാണ് മാനന്തവാടി നെടുമ്പോയിൽ ചുരം പാതയിൽ മീറ്ററുകളോളം ദൂരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് 100 മീറ്ററോളം ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുകയും അടിഭാഗത്തായി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തിയും ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകുകയും തുടർച്ചയായി മണ്ണിടുകയും ചെയ്യുന്നത്. മരങ്ങൾ ഉൾപ്പെടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തിന് സമീപം അപകട ഭീഷണി ഉയർത്തി ഭൂമിയിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നിർമ്മാണ പ്രവൃത്തിക്കിടെ മണ്ണിടിയുന്നത് പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നതിനോടൊപ്പം പ്രവൃത്തി വൈകാനും കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നെടുമ്പോയിൽ മാനന്തവാടി ചുരം പാതയിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ കൊട്ടിയൂർ പാൽച്ചുരം വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. പാൽച്ചുരം റോഡും തകർന്നതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ദുരിതപൂർണ്ണമാകുകയാണ്. നിർമ്മാണ പ്രവൃത്തിക്കിടെ മണ്ണിടിഞ്ഞ് വീണ്ടും പ്രവൃത്തി പ്രതിസന്ധിയിലാകുന്നത് റോഡ് നിർമ്മാണം അനന്തമായി നീളുമെന്ന കാര്യം ഉറപ്പായി. ഏലപ്പിടിക, പേരിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പലരും കിലോമീറ്ററുകളോളം ചുറ്റിയാണ് ടൗണിൽ മറ്റും എത്തുന്നത്. റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചതോടെ പേരിയ ഭാഗത്തു നിന്ന് പേരാവൂർ, നെടുമ്പോയിൽ ഭാഗങ്ങളിലേക്ക് എത്തുന്നവർ റോഡ് തകർന്ന ഭാഗത്ത് വരെ വരികയും അവിടെ നിന്ന് കാൽനടയായി മറുഭാഗത്തെത്തി പിന്നീട് വാഹനങ്ങളിൽ പേരാവൂർ, നെടുമ്പോയിൽ ഭാഗങ്ങളിൽ എത്തുകയായിരുന്നു പതിവ്. എന്നാൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞതോടെ കാൽനട യാത്ര പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന ആവശ്യത്തിലാണ് വാഹനയാത്രക്കാരും നാട്ടുകാരും. ഹൈവിഷൻ ന്യൂസ്, കേളകം. പാൽച്ചുരം റോഡിന്റെ തകർച്ച അറ്റകുറ്റപ്രവൃത്തിക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചു. പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ. പാൽച്ചുരം റോഡ് തകർന്ന പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്രവൃത്തികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചതായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പൊട്ടേൽ പറഞ്ഞു. പല സ്ഥലങ്ങളിലും കട്ടറുകളിലാണ് റോഡ് തകർന്ന് മഴക്കാലത്തെ കൊണ്ടും അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം ഈ നെടുമ്പള്ളി റോഡ് അടച്ചതിനെ തുടർന്ന് വയനാട്ടിലേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏക റോഡായി മാറിയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉള്ള റോഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നിലവിൽ പല സ്ഥലങ്ങളിലും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റോഡ് ഫണ്ട് ബോർഡിനെ സമീപിച്ചിരുന്നു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപയുടെ വർക്ക് ടെൻഡറായിട്ടുണ്ട്. ഇനി അത് എഗ്രിമെൻ്റ് വെച്ച് പിന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയാൽ നമുക്ക് ഉടനെ തന്നെ ഈ നിലവിലുള്ള ഗർത്തങ്ങളും അതുപോലെ തന്നെ റോഡ് സൈഡിലേക്ക് കാട് വളരുന്നതൊക്കെ മാറ്റി റോഡ് കുറച്ചുകൂടി നല്ല രീതിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റോഡ് ഫണ്ട് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും എയിനെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും 10 ലക്ഷം രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇനി അതിൻ്റെ വർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എഗ്രിമെൻ്റ് വെച്ചാൽ മതി. ഇനി പ്രവൃത്തി എന്തായാലും എഗ്രിമെൻ്റൊക്കെ വെച്ച് ഇപ്പോൾ മഴയുടെ ഒരു ചെറിയ ശല്യം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു പ്രതിസന്ധി കൂടെ തീർന്നാൽ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെടുമ്പോയിൽ ചുരം റോഡ് അടച്ചതിനാൽ പാൽച്ചുരം വഴി വാഹന ഗതാഗതം വർദ്ധിച്ച സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. കൂടാതെ റോഡിന്റെ തകർച്ചയും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. പ്രധാന ഹെയർപിൻ വളവുകളെല്ലാം റോഡ് തകർന്നിട്ടുമുണ്ട്. മഴ മാറിയാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും അതിനു മുൻപായി ഓവുചാലുകളുടെ പ്രവൃത്തിയും റോഡരികിലെ കാടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തിയും നടത്തുമെന്നും ഷാജി പൊട്ടേൽ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തോട്ടിലേക്ക് ക്രഷറിൽ നിന്നുള്ള സ്ലറി ഒഴുക്കിവിടുന്നു. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ചരൽ തോട്ടിലേക്കാണ് സ്ലറി ഒഴുക്കിവിടുന്നത്. ഇതിനെതിരെ നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധം. തോടിലേക്ക് ക്രഷറിൽ നിന്നുള്ള സ്ലറി ഒഴുക്കിവിടുന്നു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ ചരൽ തോടിലേക്കാണ് സ്ലറി ഒഴുക്കിവിടുന്നത്. ഇതിനെതിരെ നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധം. ഇപ്പോൾ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ചരൽ തോട്ടിലേക്ക് നാട്ടുകാർക്കുൾപ്പെടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ട് കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും മഴയില്ലാത്തപ്പോഴും കലങ്ങി വരുന്ന ഒരു തോടെന്ന് പറഞ്ഞാൽ അത് ചരൽ തോടായിരിക്കും. ഇവിടെ ഈ ജലസ്രോതസ് ഇങ്ങനെ നശിച്ച കാരണം മത്സ്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ചത്തുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് കുളിച്ചു അലക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാല് വെച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് ചൊറിയും. അതേ സ്ഥിതിയിലേക്കാണ്. നമ്മളൊരു വ്യവസായ സ്ഥാപനം പൂട്ടണമെന്നും നമ്മൾ പറയില്ല. അവർ
അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇങ്ങോട്ട് വിടുവാണെങ്കിൽ വിട്ടോട്ടെ. അല്ല, അത് മാത്രമേ ഉള്ളൂ. യെസ്, ബ്ലാക്ക് റോക്ക് ക്രഷറിൽ നിന്നാണ് എംസാൻഡിൻ്റെ സ്ലറി കഴുകി ഈ സ്ലറി വെള്ളവും കൂടെ ഈ തോട്ടിലേക്ക് ഒഴുക്കുന്നത്. ഒരു മഴ പെയ്ത് നിന്നാൽ അപ്പം ഈ വെള്ളം പറ്റുകയാണ്. മുഴുവൻ ഉറവ കണ്ണുകളും അടഞ്ഞ് ഈ തോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെളി മണം കാരണം ഈ വെള്ളം ഉപയോഗിക്കാൻ ഒരു ആൾക്ക് സാധിക്കുന്നില്ല. പണ്ടൊക്കെ ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലും വെള്ളം ഒഴുക്കുണ്ടായിരുന്ന തോടാണ്. ഇപ്പം ജനുവരി ആയി കഴിഞ്ഞാൽ വെള്ളം പറ്റും. ഇത് ഒരു മഴ തൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴമ്പ് രൂപത്തിൽ അവർ ആ സ്ലറി മുഴുവൻ ഇതിനകത്തൂടെ കലക്കി വിടുക. ഒരു ആൾക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരോട് പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ അവർ ഇത് നാട്ടുകാരെ മുഴുവൻ ദ്രോഹിക്കുന്ന സ്ഥിതിയിലേക്ക് അവർ ഈ വ്യവസായ സ്ഥാപനം നടത്തുന്നത്. ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊന്നും നോക്കുന്നില്ല, ജനകീയമായിട്ട് തന്നെ ഇതിനെ ഞങ്ങൾ നേരിട്ട് വരും. ഞങ്ങൾ ധർണ നടത്തും. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അതിപ്പോൾ ആരാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളില്ല, മതസംഘടനകളിലൊന്നുമില്ല. ഇതെല്ലാം നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഈ തോട് നല്ല രീതിയിൽ പോകാമെന്നുള്ളത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജനകീയ ധർണ നടത്താൻ വരെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ജനകീയ ധർണ തന്നെ നടത്തും. ക്രഷറിൽ നിന്ന് സ്ലറി ഒഴുക്കിവിടുന്നതോടെ കലങ്ങിമറിഞ്ഞ വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. ഈ വെള്ളം ദേഹത്ത് തട്ടിയാൽ അസുഖങ്ങൾ ഉണ്ടാവുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ സംഭവിച്ചാൽ വൻ പ്രതിഷേധമുയരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊമ്മേരി ആടുവളർത്തൽ കേന്ദ്രത്തിൽ നിന്നും മോട്ടോർ വാഹനത്തിന്റെ ബാറ്ററി എന്നിവ മോഷ്ടിച്ച പ്രതി പിടിയിൽ. കോളയാട് സ്വദേശി കുനിയിൽ ബാബുവിനെയാണ് പേരാവൂർ SI ജാൻസി മാത്യുവും സംഘവും പിടികൂടിയത്. കൊട്ടിയൂർ കണ്ടപ്പുറത്ത് വ്യാപാര സ്ഥാപനത്തിനും മലയോര ഹൈവേയിലെ വാഹനങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന വനം വകുപ്പിന്റെ കൈവശത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വൈകുന്നു. റേഷൻ കടയടക്കം 3 കടകൾക്ക് ഭീഷണിയായി വനം വകുപ്പിന്റെ കൈവശ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ വൈകുന്നു. കൊട്ടിയൂർ പഞ്ചായത്തിലെ കണ്ടപ്പനത്തുള്ള വനം വകുപ്പ് ഓഫീസിന്റെ സ്ഥലത്ത് നിൽക്കുന്ന തേക്ക്, മഹാഗണി എന്നിവയടക്കമുള്ള മരങ്ങളാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത്. മലയോരത്ത് കനത്ത കാറ്റടിക്കുമ്പോൾ ഇവിടെയുള്ള വ്യാപാരികൾ ഭീതിയിലാണ്. 5 മരങ്ങളാണ് മലയോര ഹൈവേയോട് ചേർന്നുള്ള കെട്ടിടങ്ങൾക്കും കടകൾക്കും ഭീഷണിയായി നിൽക്കുന്നത്. ഇതിൽ 2 എണ്ണം കേടുബാധിച്ചവയാണ്. മരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ നിലം പൊത്തുകയോ ചെയ്താൽ കെട്ടിടങ്ങൾ തകരുകയും കണ്ണൂർ, വയനാട് മലയോര ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും. മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി അപകടാവസ്ഥ ഒഴിവാക്കുകയും കേടുബാധിച്ചവ മുറിച്ച് ഒഴിവാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വനം വകുപ്പ് ഓഫീസിലും മണത്തണ സെക്ഷൻ ഓഫീസിലും കൊട്ടിയൂർ പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. ഉദ്യോഗസ്ഥർ വന്ന് മരത്തിന്റെ അളവെടുത്ത് പോയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. പുറത്ത് കരാർ നൽകി വേണം മരം മുറിക്കാൻ എന്നാണ് പറയുന്ന വിശദീകരണം. അതിരുകളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ സ്ഥലം ഉടമകൾ തന്നെ വെട്ടിനീക്കണമെന്നും അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉടമയിൽ നിന്നും ഈടാക്കുമെന്നും ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് വനം വകുപ്പ് സ്ഥലത്ത് മരങ്ങൾ അപകടകരമായി നിൽക്കുന്നത്. ഞങ്ങൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ മരങ്ങളിങ്ങനെ അപകടകരമായി നിൽക്കുകയും കാറ്റും മഴയെല്ലാം വരും വളരെ ഭീഷണിയാണ്. മൊത്തത്തിൽ റേഷൻ കട ഉൾപ്പെടെ ഒരു 4 കടകൾക്ക് ഭീഷണി. പോരാത്തതിനും ബസ് കാത്തിരിക്കുന്ന ബസ് സ്റ്റോപ്പുമുണ്ട്. വനം വകുപ്പിന് പല പ്രാവശ്യം പരാതി അയച്ചു, ഒരു നടപടി ഉണ്ടായില്ല. അവസാനം പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു. അങ്ങനെ നടന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പം ഒരു ഓർഡർ വന്നിട്ടുണ്ട്, മരം മുറിച്ച് നീക്കാനുള്ള ഓർഡർ ആയെന്ന്. പക്ഷേ അത് എന്നാകും, എപ്പം നടക്കും എന്നുള്ളതിന് ഒരു കാര്യവുമില്ല. ഓർഡർ ഇറക്കിയിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മഴക്കാലത്ത് കാറ്റും മഴയും വരുമ്പോൾ പേടിച്ചിട്ട് ഈ കടയിലൊന്നും ഇരിക്കാൻ മേലാത്ത ഒരവസ്ഥയാണ്. എത്ര കടയുണ്ട്? 4 കട, റേഷൻ കട ഉൾപ്പെടെ 4 കട. പരാതി നിങ്ങൾ കുറേ പ്രാവശ്യം കൊടുത്തതല്ലേ? പല പ്രാവശ്യം കൊടുത്തതാണ് പരാതി. ഓർഡർ വന്നെങ്കിൽ അതിന് ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല, എപ്പോൾ മുറിക്കുമോ? ഇപ്പം അങ്ങനെയുള്ള യാതൊന്നും ഓർഡറിലില്ല. ഓർഡർ ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താവും എന്നും ഒരു പിടിപാടുമില്ല. ഹൈവിഷൻ ന്യൂസ്, കേരളം. കുടിവെള്ള ടാങ്ക് കാലപ്പഴക്കത്താൽ അപകട ഭീഷണി ഉയർത്തുന്നു. കേളകം പഞ്ചായത്തിലെ പാറത്തോടിലെ കുടിവെള്ള ടാങ്കാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കാലപ്പഴക്കത്താൽ കുടിവെള്ള ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കേളകം പഞ്ചായത്തിലെ പാറത്തോട് സ്ഥാപിച്ച കുടിവെള്ള ടാങ്കാണ് ഭീഷണി ഉയർത്തുന്നത്. പ്രതിദിനം ലിറ്റർ കണക്കിന് വെള്ളം ശേഖരിക്കുന്ന ടാങ്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ടാങ്കിന് ബലക്ഷയമുള്ളതിനാൽ സമീപത്ത് താമസിക്കുന്നവരടക്കം ഭീതിയിലാണ്. കേളകം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം എത്തിക്കുന്ന കുടിവെള്ള ടാങ്കാണിത്. എന്നാൽ കുടിവെള്ള ടാങ്കിന്റെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യസംഭവമാണ് ഇവിടെ. താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. ആർല ഫാമിൽ ഇനി കൊയ്ത്തുകാലം.
ആർല ഫാം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി വിതച്ച കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് ഫാമിൽ ഇപ്പോൾ നടക്കുന്നത്. ആർല ഫാമിൽ ഇനി കൊയ്ത്തുകാലമാണ്. കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിൽ ഫാമിൽ കൊയ്ത്തുത്സവം ആരംഭിച്ചു. ഫാം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ 5 ഏക്കർ സ്ഥലത്ത് നടത്തിയ കരനെൽ കൃഷിയിൽ ലഭിച്ചത് 100 മേനി വിളവാണ്. കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം കൃഷിക്കായി ഒരുക്കിയ ആർല ഫാമിലെ തൊഴിലാളികൾക്കും സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിർ കാണുമ്പോൾ സന്തോഷം അടക്കാനാവുന്നില്ല. ഞങ്ങൾ ആർല ഫാമിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. നല്ല നെല്ലാണ്. പിന്നെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കല്ലടി നെല്ലാണ്. ഞങ്ങൾ 2-3 ഒരാഴ്ച കണ്ടായി മൂരാൻ തുടങ്ങിയിട്ട് നല്ല നെല്ലാണ്. ഇത് കൂടാതെ വേറെയുണ്ട് നെല്ല്. ആദ്യമായിട്ടാണ് ഈ നെല്ല് കൃഷി ഇവിടെ ഈ ആർല ഫാമിൽ ആദ്യമായിട്ടാണ് നെല്ല് കൃഷി ഉണ്ടാക്കിയത്. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരോടൊപ്പം വയലിലും മറ്റും നെൽകൃഷി നടത്തിയ അനുഭവമുള്ള പലരും മറന്നു തുടങ്ങിയ നെൽകൃഷിയും കൊയ്ത്തുപാട്ടുമെല്ലാം ഓർത്തെടുക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറുകയായിരുന്നു ആർല ഫാമിലെ ഈ കൊയ്ത്തുത്സവം. വയനാട്ടിലെ പരമ്പരാഗത നെല്ലിനമായ കല്ലടിയാറും ആതിര എന്ന മറ്റൊരു വിത്തിനവുമാണ് ഫാമിൽ കരനെൽ കൃഷിക്കായി ഉപയോഗിച്ചതെന്നും നല്ല വിളവാണ് ലഭിച്ചതെന്നും ആർല ഫാം ബ്ലോക്ക് ഇൻചാർജ് സജീഷ് പറഞ്ഞു. ആർല ഫാം വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത നെൽകൃഷിൻ്റെ കൊയ്ത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 5 ഏക്കറോളാണ് നമ്മൾ നെൽകൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ 2.5 ഏക്കറോളം കല്ലടിയാറെന്ന് പറഞ്ഞ വയനാട് ഇനം ചെയ്തത്. പിന്നെ ആതിര എന്ന് പറഞ്ഞ ഒരു ഇനം 2.5 ഏക്കർ അങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ വിളവെടുപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കിട്ടും 100%. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിളവെടുപ്പിലൂടെ 8 ടൺ നെല്ല് ലഭിക്കുമെന്നാണ് ഫാം അധികൃതർ കണക്കുകൂട്ടുന്നത്. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ കൃഷികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആർല ഫാമിൽ കാണുന്നത്. വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ ഫാമിൽ അനുയോജ്യമായ പുതിയ കൃഷിരീതികൾ അവലംബിച്ച് ആ പഴയ പ്രതാപത്തിലേക്ക് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആർല ഫാമിലെ തൊഴിലാളികളും ജീവനക്കാരും. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. മട്ടന്നൂർ നായ്ക്കാലിൽ റോഡ് നെടുകെ പിളർന്നു താണ സംഭവം യാത്ര താൽക്കാലിക പാതയിൽ ഒതുങ്ങുന്നു. ഇടിഞ്ഞു വീണ ഭാഗത്തെ കരിങ്കല്ലും മണ്ണും നിറച്ച് ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. 2 മാസത്തിലധികമായി ഇവിടെ റോഡ് പൂർണ്ണമായും തകർന്നിട്ട്. മട്ടന്നൂർ നായ്ക്കാലിയിൽ റോഡ് നടുകെ പിളർന്നതാണ് സംഭവം യാത്ര താൽക്കാലിക പാതയിൽ ഒതുങ്ങുന്നു. ജൂലൈ 18-നാണ് മട്ടന്നൂർ ഇരിക്കൂർ പ്രധാന പാതയിൽ നായ്ക്കാലിയിൽ പാതി തകർന്ന റോഡ് 2ആയി പിളർന്നു താഴ്ന്നത്. വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പല കാരണങ്ങളാൽ പൂർത്തിയായില്ല. അതിനിടയിലാണ് റോഡിന്റെ ബാക്കി ഭാഗവും തകർന്ന് ഇതുവഴിയുള്ള യാത്ര തടസ്സപ്പെട്ടത്. തുടർന്ന് ഇടിഞ്ഞ ഭാഗത്ത് കല്ലും മണ്ണുമിട്ട് ഭാരമില്ലാത്ത ചെറുവാഹനങ്ങളുടെ യാത്ര മാത്രമാണ് നടക്കുന്നത്. ബസ്സും ചെങ്കൽ ലോറികളും ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ നിരന്തരം ഉപയോഗിച്ചിരുന്ന റോഡിനാണ് ഈ അവസ്ഥ. ഇടയ്ക്ക് പെയ്യുന്ന മഴ ഈ റോഡിനെ വീണ്ടും തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കാം, അപകടങ്ങൾക്കും ഇടയാക്കിയേക്കാം. നിലവിലെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി പ്രദേശത്ത് കരഭാഗത്തുള്ള സ്ഥലം ഏറ്റെടുത്ത് റോഡ് നിർമ്മിക്കാനാണ് ഒടുവിൽ തീരുമാനമായത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം കിഫ്ബി നൽകും. സ്ഥലം ഏറ്റെടുത്ത് പുതിയ റോഡ് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് പോലും അറിയില്ല.
നിലവിൽ പുഴയോരത്ത് കെട്ടിയ കരിങ്കൽ ഭിത്തിയുടെ ഭാഗത്തുണ്ടായ മണ്ണ് താഴ്ന്ന നിലയിലാണ്. അവിടെ ഭിത്തിയിൽ നിന്നും മാറിയ കരിങ്കല്ലുകൾ വീണ്ടും നിറയ്ക്കുന്ന ജോലികളാണ് നടക്കുന്നത്. റോഡിടിഞ്ഞ ഭാഗത്ത് ഭിത്തി കെട്ടി സംരക്ഷിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുമെങ്കിലും നേരത്തെയുള്ള നിലയിൽ ഇവിടെ ഭിത്തി കെട്ടണം. എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മിച്ച് സുരക്ഷിതമായ യാത്ര ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഇരിട്ടി ഉപജില്ലാതല ചെസ് മത്സരം മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇരിട്ടി ഉപജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നായി 120ഓളം വിദ്യാർത്ഥികളാണ് ചെസ് മത്സരത്തിൽ പങ്കാളികളായത്. ഇരിട്ടി ഉപജില്ല ചെസ് മത്സരം മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ VP രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CV അമർനാഥ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ സജി KV, മേഴ്സി ലിനാട്, രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിട്ടി ഉപജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നായി 120ഓളം വിദ്യാർത്ഥികളാണ് ചെസ് മത്സരത്തിൽ പങ്കാളികളായത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഇതിലേറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന 12 വിദ്യാർത്ഥികളാണ് ഇരിട്ടി ഉപജില്ലയെ പ്രതിനിധീകരിച്ച് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുക. സെബാസ്റ്റ്യൻ VU, സുനീഷ് ബാബു, സുനിൽകുമാർ തുടങ്ങിയവരാണ് ചെസ് മത്സരത്തിന് നേതൃത്വം നൽകിയത്. ഇരിട്ടി സബ് ജില്ലാ ചെസ് മത്സരമാണ് സ്കൂളിൽ നടക്കുന്നത്. ഏകദേശം 40 സ്കൂളിൽ നിന്നായി 116ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ 30-30ഓളം പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളാണ് മത്സരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ഒരു ചാമ്പ്യൻഷിപ്പ് എന്നതിലുപരി ഇത് നമ്മുടെ ഇരിട്ടി സബ് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന കുട്ടികളെ കൂടി നമ്മൾ ഈ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത്. ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് മത്സരം ഉണ്ടാവുക. ഏകദേശം 4 റൗണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത്. അതിന് മാക്സിമം പോയിന്റ് കിട്ടുന്ന വിദ്യാർത്ഥികളാണ് വിജയികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഇരിട്ടി സബ് ജില്ലയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുക. 3 വിഭാഗങ്ങളിലായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. ഇതിൽ നിന്നും 2 കുട്ടികളെ വീതം നമ്മൾ സെലക്ട് ചെയ്യുകയും അവർ നമ്മുടെ കണ്ണൂർ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി യോഗ്യതയാവുകയും. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. CBSE സ്റ്റേറ്റ് വോളിബോൾ ടൂർണമെന്റിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂൾ. കാസർഗോഡ് MP ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന 2024-25 അധ്യയന വർഷത്തെ CBSE സ്റ്റേറ്റ് ക്ലസ്റ്റർ X വോളിബോൾ ടൂർണമെന്റിൽ എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കി. കേരളമൊട്ടാകെയുള്ള CBSE സ്കൂളുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ നവജ്യോതിയിലെ 45ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ നവജ്യോതി 3 വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ-17 ചാമ്പ്യന്മാരായി. ഫസ്റ്റ് റണ്ണറപ്പായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ-17, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ-14 വിദ്യാർത്ഥികൾ തിളങ്ങി. ആൺകുട്ടികളുടെ അണ്ടർ-14, അണ്ടർ-19 വിഭാഗങ്ങൾ സെക്കൻഡ് റണ്ണറപ്പായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച അറ്റാക്കറായി അണ്ടർ-14 വിഭാഗത്തിൽ റിൻഷ ACയും അണ്ടർ-17 വിഭാഗത്തിൽ ക്യാരനും ആൺകുട്ടികൾ അണ്ടർ-14 വിഭാഗത്തിൽ മികച്ച ഡിഫൻഡറായി ജോയൽ റെന്നിയും തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 13 വർഷം കണ്ണൂർ സഹോദയയുടെ വോളിബോൾ ടൂർണമെന്റിൽ നവജ്യോതി വിജയ കിരീടം ചൂടിയിട്ടുണ്ട്. കുടുംബശ്രീ ഇരിട്ടി ബ്ലോക്ക് തല മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്റർ മട്ടന്നൂർ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ N ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഇരിട്ടി ബ്ലോക്ക് തല മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്റർ മട്ടന്നൂർ നഗരസഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭ ചെയർമാൻ N ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ CDS ഹാളിൽ താൽക്കാലികമായിട്ടുള്ളൊരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ആ താൽക്കാലിക സൗകര്യം ഒരു സ്ഥിരം സൗകര്യമാക്കി 2-3 മാസത്തിനകം മാറ്റുമെന്ന് ഞങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷനെ അറിയിക്കുകയാണ്. സംരംഭങ്ങൾ എന്ന് പറയുന്നത് ജീവനോപാധിയായി കാണുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ ലാഭാധിഷ്ഠിതമായി മാത്രം ചിന്തിച്ചിരുന്ന സംരംഭങ്ങൾ ഇന്ന് ഉപജീവനത്തിന് വേണ്ടിയായി മാറിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റെസിലിയന്റ് എക്കണോമി, പ്രതിരോധ ശേഷിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിനെ നമുക്ക് റേഡിയന്റ് എക്കണോമിയാക്കി മാറ്റണം, പ്രസരിപ്പുള്ളതാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? സമ്പദ് വ്യവസ്ഥയിൽ ധനവിനിമയമാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്. നഗരസഭ CDS കെട്ടിടത്തിലാണ് സെന്റർ താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. 3 മാസത്തിനുള്ളിൽ സെന്ററിനായി പുതിയ കെട്ടിടം അനുവദിക്കുമെന്ന് N ഷാജിദ് പറഞ്ഞു.
സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന് മാതൃകയായ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ ഉപജീവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ത്വരിതപ്പെടുത്താനും വേണ്ടിയാണ് മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഇരിട്ടി ബ്ലോക്കിന് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പ്രാദേശിക സാധ്യതകൾ മനസ്സിലാക്കി സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കുകയും നിലവിലുള്ള സംരംഭങ്ങളെ സുസ്ഥിരമാക്കിയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് കുടുംബശ്രീ സംരംഭകരെ എത്തിക്കാനും സ്ത്രീകൾക്ക് ഇത് സംബന്ധിച്ച് അറിവും വൈദഗ്ധ്യവും നൽകുകയാണ് സെന്റർ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികളായ P പ്രസീന, മനോഹരൻ, P ശ്രീനാഥ്, P അനിത, K മജീദ്, P രാഘവൻ, A മധുസൂദനൻ, സെന്റർ ചെയർപേഴ്സൺ P രേഖ, PO ദീപ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കണ്ണവും വെളുമ്പത്ത് മക്കാം ഉറൂസിന് ശനിയാഴ്ച തുടക്കമാകും. 28 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ഉറൂസ് 28 രാവിലെ SOS ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കും. ലഹരിവിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കാൻഡിൽ സ്റ്റിക്ക് പ്രൊസഷൻ നടത്തി. ലഹരിവിരുദ്ധ ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി പേരാവൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ തൊണ്ടിയിൽ മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമിയുടെ സഹകരണത്തോടെ കാൻഡിൽ സ്റ്റിക്ക് പ്രൊസഷൻ നടത്തി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് 26-ാം തീയതി മുതൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ നീളുന്ന ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി വിവിധ വകുപ്പുകൾ യോജിച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തണമെന്നാണ് സർക്കാർ തലത്തിൽ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി പേരാവൂർ പോലീസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ദിവസങ്ങളോളം അല്ലെങ്കിൽ ദിവസവും കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ഇത്തരം ശീലം വർദ്ധിച്ചു വരികയാണ്. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്നവർ വിദ്യാർത്ഥികളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകളിൽ നമുക്ക് മനസ്സിലാവും. പഞ്ചായത്ത് അംഗം റജീന സിറാജ് അധ്യക്ഷയായി. പേരാവൂർ പ്രിൻസിപ്പൽ SI ജാൻസി മാത്യു, ഗ്രേഡ് SIമാരായ VJ ജോസഫ്, അബ്ദുൾ നാസർ, മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡ്യൂറൻസ് അക്കാദമി ഇൻസ്ട്രക്ടർ MC കുട്ടിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വാണിയപ്പാറയിൽ വീട്ടുപറമ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വാണിയപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വാണിയപ്പാറ സ്വദേശി തുരുത്തേൽ ബിനോയിയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജവെമ്പാലയെ പിടികൂടിയത്. വനം വകുപ്പ് താൽക്കാലിക വാച്ചറും മാർക്ക് പ്രവർത്തകനുമായ ഫൈസൽ വിളക്കോടാണ് പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ക്ഷീരവികസന വകുപ്പ്, പേരാവൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ്, പേരാവൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ക്ഷീരവികസന വകുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിരവധിയായ പദ്ധതികൾ ക്ഷീരകർഷകർക്ക് വേണ്ടി നടപ്പിലാക്കി വരികയാണ്. ഇപ്പോൾ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപന തലത്തിൽ എല്ലാ വർഷവും
ക്ഷീരകർഷകർക്ക് ആവശ്യമായ സബ്സിഡികൾ, പാലിന് സബ്സിഡി, അതോടൊപ്പം തന്നെ പാലിത്തീറ്റ സബ്സിഡിയൊക്കെ കൊടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ കന്നുകുട്ടി വരുമാനം എന്നൊരു പദ്ധതി കഴിഞ്ഞ വർഷം ഈ വർഷം അത് നടപ്പിലാക്കുന്നില്ല. ചില വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ഈ വർഷം പുതിയ തീരുമാനം വരുന്നതുവരെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഏകദേശം വിവിധ തദ്ദേശഭരണ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ അവരെ എല്ലാം വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം 24 ലക്ഷം രൂപയുടെ പദ്ധതി പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിലവിലുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് ക്ഷീരസംഘം കൺവീനർ കെ പ്രഭാകരൻ അധ്യക്ഷനായി. കേരള ഗ്രാമീൺ ബാങ്ക് പേരാവൂർ ശാഖ മാനേജർ ശ്രീധന്യ പ്രകാശ്, പേരാവൂർ റീജിയണൽ ബാങ്ക് മാനേജർ PV രാജേഷ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് AE കെ ജിഷ, ക്ഷീരവികസന ഓഫീസർ അനുശ്രീ, ക്ഷീരസംഘം സെക്രട്ടറി കെ ശ്രീജിത്ത്, P പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ലെൻസ്ഫെഡ് ഇരിട്ടി യൂണിറ്റ് കൺവെൻഷൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രജനി ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ഇരിട്ടി യൂണിറ്റ് കൺവെൻഷൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് P രജനി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു പെർമിറ്റ് മുതൽ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു സംഘടന എന്നുള്ള നിലയിൽ നിങ്ങൾ തന്നെയാണ്. അത് ഇപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു പരിധി വരെയെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. ചെറിയ കറപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പഞ്ചായത്തിലായാലും അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ തിരുത്തി പോകുന്നതിന് വേണ്ടിയും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പഞ്ചായത്തിലെത്തി അവിടുന്ന് കറക്ഷൻ അയക്കാതെ നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ അത് ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം വിമർശനം നമുക്ക് കേൾക്കേണ്ടി വരില്ല എന്നുകൂടി നിങ്ങളോട് ഈ ഒരു അവസരം സൂചിപ്പിക്കുകയാണ്. പിന്നെ നമുക്കൊരു സംഘടന എന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് പ്രതിസന്ധികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിപരമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ അത് പരിഹരിച്ചു പോകുന്നതിന് വേണ്ടി സാധിക്കും. സംഘടനയ്ക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ അത് ഇത്തരം. യൂണിറ്റ് പ്രസിഡന്റ് CP വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്യാംകുമാർ, ഇരിട്ടി ഏരിയ പ്രസിഡന്റ് ബിജു തോമസ്, TV ഉണ്ണികൃഷ്ണൻ, ശ്യാംകുമാർ, N രജീന, MP ശ്രീനാഥ്, സീന ഹരിപ്രസാദ്, രമ്യ കൃഷ്ണൻ, CS സുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരവ് 2024 സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പട്ടുറുമാൽ ഫെയിം സജീർ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു. അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ആരവ് 2024 സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പട്ടുറുമാൽ ഫെയിം സജീർ തിലങ്കേരി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഐക്കരത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജോസ് സ്റ്റീഫൻ, ചെട്ടിയാമ്പറമ്പ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ VV ഗിരീഷ് കുമാർ, PTA പ്രസിഡന്റ് ജെയിംസ് അഗസ്റ്റ്യൻ, മദർ PTA പ്രസിഡന്റ് മിനി തോമസ്, കോമഡി ആർട്ടിസ്റ്റ് സോണി കേളകം, കൺവീനർ സോളി ജോസഫ്, ജോഷി ജോസഫ്, MM റിജോയി, ബിജോയ് CJ, സിസ്റ്റർ ജിൽസി എലിസബത്ത്, സിസ്റ്റർ ആൻമരിയ, KV ജസീന്ത, മഞ്ജുള, CB സെബാസ്റ്റ്യൻ, ബിജു PM തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സജീർ തിലങ്കേരിയുടെ ഗാനമേളയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തലം LP സ്കൂളിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കോളയാട് പഞ്ചായത്തിലെ പുത്തലം LP സ്കൂളിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും നടത്തി. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പ്രധാനാധ്യാപിക N ബിന്ദു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. VO വിപിൻ ദാസ് വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അമൽ പ്രദീപ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. കേരള പാഠാവലിയിലെ 3ാം ക്ലാസിൻ്റെ പാഠഭാഗത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആവശ്യകതയെ പരാമർശിക്കുന്നതിൻ്റെ ഭാഗമായായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചത്.
നല്ലൊരു സംവിധാനമാണ് ഹരിതകർമ്മ സേന എന്ന് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ BJP അടക്കം പറഞ്ഞു വാർഡ് മെമ്പറായിരുന്നു. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിരുന്നു. നമ്മൾ ആരൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തൊട്ടൊക്കെ ഇപ്പോൾ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അല്ലേ? അതിൻ്റെ ഒരു കുഞ്ഞു പദ്ധതി ആയിട്ടാണ് ഇവിടെയും സ്കൂൾ തലത്തിലും ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പാഠ്യ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതും ചിത്രരചനാ മത്സരവും നടത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായി കോളയാട് ഗ്രാമപഞ്ചായത്തിലെ വേക്കളം 5ാം വാർഡിൽ വേക്കളം ഗവൺമെൻറ് UP സ്കൂളിൽ ശുചീകരണ പരിപാടിയും സന്ദേശ റാലിയും നടന്നു. വാർഡ് മെമ്പർ യശോദ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ടത്തിൻ്റെ ഭാഗമായി കോളയാട് ഗ്രാമപഞ്ചായത്തിലെ വേക്കളം 5ാം വാർഡിൽ വേക്കളം ഗവൺമെൻറ് UP സ്കൂളിൽ ശുചീകരണ പരിപാടിയും സന്ദേശ റാലിയും നടത്തി. നിങ്ങളത് അങ്ങോട്ട് കയറാതെ ഇതിൽ നിൽക്കാനോ? വാർഡ് മെമ്പർ യശോദ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ സംഘാടന സമിതി നമ്മൾ കഴിഞ്ഞ ദിവസം കല്ലുമതിര സൺഡേ സ്കൂളിൽ വെച്ചിട്ട് ചേരുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡ് തലത്തിൽ നമ്മുടെ വാർഡ് തിരഞ്ഞെടുക്കുകയും നമ്മുടെ ഈ വൃത്തിയാക്കുന്ന ഒരു ശുചീകരണ പരിപാടിയിൽ നമ്മുടെ സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ വകയായി ഒരു ചെറിയൊരു റാലിയും നടത്തി കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കൊരു സന്ദേശമായിട്ടാണ് ഇത് നമ്മൾ കരുതുന്നത്. കുട്ടികളെയും ഇത് ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികളും ബാക്കി നാട്ടുകാരും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മാലിന്യമുക്ത നവകേരള പദ്ധതി ഇവിടെ നടത്തുന്നത്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രധാനാധ്യാപകൻ വിൻസൻ, വാർഡുതല സംഘാടക സമിതി അംഗം വിൻസി കട്ടക്കയം, സജി മുളയോലി, സരസ്വതി സന്തോഷ്, പുഷ്പ ഷിബു, അനിത ചന്ദ്രൻ, ത്രേസ്യാമ മാത്യു, പുഷ്പ മണാളി തുടങ്ങിയവർ സംബന്ധിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കാളികളായി. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. എരുവേശി ഗ്രാമപഞ്ചായത്തും യങ് മെൻസ് ഇൻ്റർനാഷണൽ ചെമ്പേരിയും JJ ഗ്രൂപ്പും സംയുക്തമായി ശുചിത്വ ക്വിസ് പ്രോഗ്രാം നടത്തി. ഏരുവേശി ഗ്രാമപഞ്ചായത്തും യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ചെമ്പേരിയും JJ ഗ്രൂപ്പും സംയുക്തമായി ശുചിത്വ ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഏരുവേശി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് ഇന്ന് ഏരുവേശി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ചെമ്പേരിയുടെ അതുപോലെ JJ പവർ ടൂൾസ് ചെമ്പേരി ഇവരുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ UP ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കായിട്ട് ക്വിസ് പ്രോഗ്രാം നടത്തുകയും അവർക്കുള്ള വിജയികളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏരുവേശി പഞ്ചായത്ത് അവർക്കുള്ള ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തത് നമ്മുടെ ചെമ്പേരി യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ചെമ്പേരിയാണ്. അതിൻ്റെ പ്രസിഡന്റ് സാജു മണ്ഡലത്തിനും അതുപോലെ തന്നെ ചെമ്പേരി JJ പവർ ടൂൾസിൻ്റെ പ്രസിഡന്റ് ജെറിൻ ജോസിനും ഞങ്ങളുടെ ഏരുവേശി ഗ്രാമപഞ്ചായത്ത് നന്ദി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് മധു തൊട്ടിലിൽ അധ്യക്ഷത വഹിച്ചു. ജോസ് മേമ്പാടം നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൗളിൻ തോമസ് സമ്മാനദാനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈല ജോയി, അബ്രഹാം കാവനാടിയിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ഇമ്മാനുവൽ, ജയശ്രീ ശ്രീധരൻ, ജോയ് ജോൺ, ഷീജ ഷിബു, സെക്രട്ടറി റോബർട്ട് ജോസഫ്, VEOമാരായ ബിന്ദു, അജിഷ്, വിപിന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം
തോലമ്പ്ര പോത്തുകുഴിയിലെ ചെമ്പന്നിയിൽ ജോസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ സോളി, സോജോ, സിജോ, സിൻഡോ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പോത്തുകുഴി സെൻറ്റ് കോൾബെ ദേവാലയ സെമിത്തേരിയിൽ. റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് കുയിലൂർ താഴ്വാരത്തെ കപ്പള്ളി ദാമോദരൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഭാര്യ ഗീത. കണിച്ചാർ ചെങ്ങോത്തെ ചിറക്കൽ ബേബി അന്തരിച്ചു. 58 വയസ്സായിരുന്നു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്നു. ഭാര്യ മോളി, ക്ലിൻഡോ, ക്രിസ്റ്റീന എന്നിവർ മക്കളാണ്. സംസ്കാരം പിന്നീട്. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 225, പേരാവൂർ 226, കൊട്ടിയൂർ 226. റബ്ബർ ലോട്ട് ഇരിട്ടി 210, പേരാവൂർ 216, കൊട്ടിയൂർ 216. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 125, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 605, പേരാവൂർ 600, കൊട്ടിയൂർ 600. കൊട്ടടയ്ക്ക ഇരിട്ടി 300, പേരാവൂർ 310, കൊട്ടിയൂർ 310. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 7100, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. ശത്രുക്കളുടെ കോടാലിക്കൈയായിട്ടാണ് സ്വതന്ത്ര MLA PV അൻവർ മാറിയതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പാർട്ടിയെ തകർക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിയെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും MV ജയരാജൻ. നെടുമ്പോൽ മാനന്തവാടി ചുരം പാതയിൽ വീണ്ടും മണ്ണിടിച്ചൽ. ചുരം റോഡിന്റെ പുനർനിർമ്മാണം പ്രതിസന്ധിയിലേക്ക്, ആശങ്കയിൽ വാഹനയാത്രക്കാർ. പാൽച്ചുരം ബോയ്സ്റ്റോൺ റോഡിന്റെ തകർച്ച, അറ്റകുറ്റപ്രവൃത്തിക്കായി 10 ലക്ഷം രൂപ അനുവദിച്ചു. തോട്ടിലേക്ക് ക്രഷറിൽ നിന്നുള്ള സ്ലറി ഒഴുക്കിവിടുന്നു. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ചരൽ തോട്ടിലേക്കാണ് സ്ലറി ഒഴുക്കിവിടുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.